ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. സിന്ധു ആണ്. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാനായിട്ട് പോകുന്നത് ബ്രെഡ് വെച്ചിട്ട് വെറും 10 മിനിറ്റിൽ തയ്യാറാക്കിയിട്ടെടുക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റാണ് കേട്ടോ. അപ്പോൾ ബ്രെഡൊക്കെ വാങ്ങിച്ചിട്ട് ബാക്കിയൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കുട്ടികളൊക്കെ കഴിച്ചോളൂ കേട്ടോ. അപ്പോൾ എപ്പോഴൊന്നും ഉണ്ടാക്കി കൊടുക്കണ്ട, വല്ലപ്പോഴൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റാണിത്. ഇത് കൂടുതൽ പഞ്ചസാരയൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഉണ്ടാക്കിയിട്ടെടുക്കണ കാരണമാണ് കേട്ടോ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയിട്ടെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിന് മുന്നായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലാവരും ഒന്ന് ലൈക്കും കൂടെ ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പം ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഈ ഒരു സ്വീറ്റ് തയ്യാറാക്കിയിട്ടെടുക്കാനായിട്ട് ഞാനിവിടെ 7 സ്ലൈസ് ബ്രെഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഈ ഒരു ബ്രെഡ് നമുക്കിനൊരു മിക്സി ജാറിലേക്ക് ഇതുപോലെ അങ്ങനെ ഒന്ന് പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ സൈഡ് ഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റിയിട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. മുഴുവനായിട്ട് തന്നെ നമുക്കിത് പൊടിച്ചിട്ട് എടുക്കാം. ബ്രെഡ് ഇപ്പോൾ നല്ലോണം തന്നെ ഞാനിവിടെ പൊടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയ ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. നെയ്യ് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് ഒരു 10-15 ബദാം പരിപ്പ് ഇതുപോലെ കട്ട് ചെയ്തിട്ടൊന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതുപോലെ അതല്ലെങ്കിൽ നന്നായിട്ട് പൊടിയായിട്ട് കട്ട് ചെയ്തിട്ടോ എങ്ങനെ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതൊന്ന് വറുത്തെടുക്കാം കേട്ടോ. ഈ ഒരു നെയ്യിലൊന്ന് വറുത്തെടുക്കാം. ഈ ഒരു ബദാം ഒന്ന് റോസ്റ്റായിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കതൊരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. എന്നിട്ട് ബാക്കിയുള്ള നെയ്യിൽ നമുക്ക് കുറച്ച് മുന്തിരി കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ കറുത്ത മുന്തിരിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതും കൂടെ ഒന്ന് വറുത്തിട്ടെടുക്കാം. നമ്മൾ പായസത്തിനൊക്കെ ചെയ്യില്ല, അതുപോലെ തന്നെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ടെടുക്കാം. ഇതിപ്പോൾ നല്ലോണം തന്നെ റോസ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത്ര മതിയിട്ട് നമുക്കിതൊന്ന് കോരിയെടുക്കാം. ഇതൊന്ന് കോരി മാറ്റിയതിന് ശേഷം പിന്നെ നമുക്ക് അതേ കടായിലോട്ട് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ബ്രെഡ് ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു പൊടിയൊക്കെ ഇട്ട് കൊടുത്ത ശേഷം പിന്നെ നമുക്കിത് നന്നായിട്ടൊന്ന് വറുത്തിട്ട് കൂടെ എടുക്കണം കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ട് വരുന്നത് വരയ്ക്ക് വേണം ഈ ഒരു ബ്രെഡ് പൊടി നമ്മൾ വറുത്തെടുക്കാനായിട്ട്. അപ്പോൾ പെട്ടെന്നൊക്കെ ഇങ്ങനെ കരിഞ്ഞു പോകാനൊക്കെ ഉള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അപ്പോൾ കൈ എടുക്കാതെ ഇതുപോലെ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് വറുത്തിട്ടെടുക്കാം. അപ്പോൾ ബ്രെഡ് പൊടിയൊക്കെ നല്ലോണം തന്നെ ഞാനിവിടെ വറുത്തെടുത്തിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ കളറൊക്കെ നല്ലോണം തന്നെ മാറിയിട്ടും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്ര മതി. ഇനി നമുക്കിതിലേക്ക് പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് പാലാണ് ഇതിലേക്ക് എടുക്കുന്നത്. അപ്പോൾ ആദ്യം ഞാനിവിടെ 1/2 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള 1/2 കപ്പ് പാൽ കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ്. ഈ ഒരു ബ്രെഡും പാലൊക്കെ നന്നായിട്ടൊന്ന് മിക്സായിട്ട് യോജിച്ചിട്ട് വരുന്നത് വരയ്ക്ക് വേണ്ടിട്ട് നമ്മൾ ഇളക്കി കൊടുക്കാനായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3/4 കപ്പ് പഞ്ചസാരയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഈ ഒരു പഞ്ചസാരയൊക്കെ ചേർത്ത് നമുക്ക് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പഞ്ചസാര ചൂടായിട്ട് ഇങ്ങനെ മെൽറ്റായിട്ട് വരാനായിട്ട് തുടങ്ങും കേട്ടോ. അപ്പോൾ ഈ ഒരു ബ്രെഡും പഞ്ചസാരയൊക്കെ ചേർന്നിട്ട് നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു സമയത്ത് ഡ്രൈ ആയിട്ടൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒരല്പം പാലൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ ഇതിലേക്ക് പാലൊന്നും ഒഴിച്ച് കൊടുക്കണില്ല. ഇനി ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഈ ഒരു സ്വീറ്റ് തയ്യാറാക്കിയിട്ട് എടുക്കാനായിട്ട് മൊത്തം 2 ടേബിൾ സ്പൂൺ നെയ്യാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അധികം നെയ്യൊന്നും ചേർക്കാതെയാണ് ഈ ഒരു സ്വീറ്റ് ഞാനിവിടെ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത്. അപ്പോൾ നെയ്യൊക്കെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൂടെ കൊടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഈ ഒരു സ്വീറ്റിന് നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഏലക്കാപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഏലക്കാപ്പൊടിയൊക്കെ ചേർത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ബദാം പരിപ്പും മുന്തിരി കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതൊക്കെ ചേർത്ത് ഒന്ന് ഇളക്കിയിട്ട് കുറച്ച് നേരം കഴിയുമ്പോഴേക്കും ഇത് നല്ലോണം തന്നെ ഒരു പാത്രത്തിൽ നിന്ന് വിട്ട് വരാനായിട്ട് തുടങ്ങും കേട്ടോ. ആ ഒരു സമയമാകുമ്പോൾ നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റാം. ഇപ്പോൾ നന്നായിട്ട് തന്നെ പാത്രത്തിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത്ര മതി. ഇത് നമുക്കിത് ചൂടോടെ തന്നെ സെറ്റ് ചെയ്യാനായിട്ട് പോവാം. അപ്പോൾ ഞാനിവിടെ ഒരു സ്റ്റീലിൻ്റെ ഒരു പ്ലേറ്റിൽ കുറച്ച് നെയ്യൊക്കെ തടവി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ ഒരു സ്വീറ്റ് വെച്ച് കൊടുത്തിട്ട് ഒരു സ്പാച്ചിലോ അതല്ലെങ്കിൽ പരന്ന ഒരു പ്ലേറ്റോ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയിട്ട് കൂടെ കൊടുക്കുക. ഇനി കുറച്ച് ഭംഗിയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് നേരത്തെ നമ്മൾ ബദാം പരിപ്പ് മുന്തിരിയൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതിൽ നിന്ന് ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് ഇതിൻ്റെ മുകളിലൊന്ന് വിതറി കൊടുത്തതിന് ശേഷം ഒന്ന് പ്രസ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ഇതൊന്ന് ചൂടാറിയിട്ട് വരട്ടെ. ഞാനിത് ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ ഇത് കട്ട് ചെയ്തിട്ട് എടുക്കുന്നത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റാണ് കേട്ടോ ഇത് ബ്രെഡ് വെച്ചിട്ട് ചെയ്തതാണെന്ന് ആരും കണ്ടുപിടിക്കില്ല. നല്ല ടേസ്റ്റാണിത് കഴിക്കാനായിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അടുത്ത നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക്